ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് തൃഷ കൃഷ്ണനെയാണ്. ആക്ട്രസ്സാണ്. നമ്മളെ എന്താ പറയുക, ഈ അടുത്ത് ലിയോയുടെ ഹീറോയിനായിട്ട് അല്ലേ. ഇതിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ നോക്കിയപ്പോൾ ഇത് വരയ്ക്കാം. ഇത് കുറച്ചും കൂടി ഫേസ് കുറച്ചും കൂടി വളരെ അടുത്ത് ഫോക്കസ് ചെയ്യാനാണ്. അങ്ങനത്തെ ഒരു പിക്ചറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് പ്രാക്ടീസ് ഡെയിലി. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്താ പറയുക, പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യണ പോലെ തന്നെ പ്രാക്ടീസും ചെയ്യുക. അതാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരച്ചത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഒരു 5 മിനിറ്റ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എവിടേക്കാണ് ചെറുതായിട്ട് പാളിച്ച വന്നതെന്ന്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് തിരുത്തിയിട്ട് വരച്ച് നോക്കുക. എല്ലാം കൂടി ഭയങ്കര പെർഫെക്റ്റായിട്ട് ഒറ്റയടിക്ക് കിട്ടണമെന്നില്ല. അത് നമ്മുടെ ആ ഒരു ഫോക്കസോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ലുക്ക്, ആ ഒരു പിക്ചറിലേക്കുള്ള ആ ഒരു ലുക്ക്, അതിലിരിക്കും നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ എപ്പോഴും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ കണ്ടെത്തണം. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അത് കണ്ടെത്താതെ പോകും. അതാണ് എങ്ങും എത്താതായി പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതലേ ഞാൻ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷേ ഞാൻ അത് അത്രയും ഫോക്കസ് ചെയ്തില്ല. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഒരു ഡ്രീം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് നല്ലോണം പടം വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. നല്ലൊരു ചിത്രകാരനായിരുന്നു എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ പതുക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങൾ, ഈ ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച്, അപ്പോൾ ഏകദേശം ചെറിയ എവിടേക്കും ഒരു ഇൻട്രസ്റ്റ് പോലെ എനിക്ക് തോന്നി. അത് ഇതിൽ സമയം എനിക്കിങ്ങനെ കുറേ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റായിട്ടുള്ളത്. ആർട്ട് സംബന്ധമായ കാര്യങ്ങളിൽ ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് കിട്ടണത്. അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ജോബ്, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു സിറ്റിങ് എനിക്ക് കിട്ടണത് ഞാൻ പടം വരയ്ക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ഉണ്ടാകും. അത് കണ്ടെത്തി അതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഞാൻ ബിഗിനേഴ്സിൻ്റെ അടുത്താണ് പറഞ്ഞത്. പിന്നെയും ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, അത് നമ്മൾ താല്പര്യം ഇത്തിരിയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് ശരിയാവില്ല എന്ന് പോകരുത്. പിന്നെയും അതിൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വേണ്ട ഒരു സ്പാർക്കാണ്. ആ സ്പാർക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ പറയാം, നമ്മൾ ആ ഫീൽഡ് നല്ല സ്റ്റാർ തിളങ്ങും, ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. കാരണം എൻ്റെ മുമ്പിൽ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഓരോരോ എൻ്റെ 2-3 കൂട്ടുകാരന്മാരുടെ കേസ് തന്നെയാണ്. അവർ മാർക്കറ്റിങ്ങിൽ ഭയങ്കര ഒരു പ്രത്യേക കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാളെ സംസാരിച്ചിരുത്താൻ പറ്റുന്ന ഒരു കഴിവ്. അപ്പോൾ അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നല്ലൊരു ബാങ്കിൽ തന്നെ നല്ലൊരു പോസ്റ്റിൽ നിൽക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് സ്കിൽ ഉള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അവരുടെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിങ്ങിലായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു ഫീൽഡായിട്ട് കണക്ട് ചെയ്ത് ഹൈയിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടാവും, ഒരു സ്പാർക്ക് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അത് ഫോക്കസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പതുക്കെ മേലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പറയണത് കേട്ടോ. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഫ്രീ ഹാൻഡാണ്. ഞാനൊരു റെഫറൻസ് നോക്കി പതുക്കെ, കണ്ണിൻ്റെ കാര്യമാകുമ്പോഴാണ് എനിക്കൊരു ചെറിയ ഇതുള്ളത്, അത് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഞാൻ റബ്ബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റബ്ബ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയ റബ്ബിങ് വരും. കാരണം മെഷർമെൻറ്റ് എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ റബ്ബ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. അത് കറക്റ്റ് ചെയ്യണം. കാരണം നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഉദാഹരണം വരുന്നത്.
അത് മാക്സിമം കറക്ഷൻസൊക്കെ മാറ്റി ഒരു നല്ലൊരു പിക്ചറാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മായ്ച്ച് അത് കറക്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ മൊത്തമായിട്ട് വരച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം എത്രത്തോളം കറക്റ്റായി വരുന്നുണ്ടെന്ന് നോക്കുക. അത് വേറെ മെത്തേഡാണ്. ഇപ്പോൾ ഞാൻ മൊത്തമായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. ചിലത് മേലോട്ട് കയറിയിട്ടുണ്ടാവും, ചില മുടി കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അത് മായ്ച്ച് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും. പിന്നെ വെച്ചാൽ നമ്മൾ സെയിം മെഷർമെൻ്റ് എടുത്തല്ലല്ലോ വരക്കണേ. ലൂമിസ് മെത്തേഡോ അങ്ങനത്തെ മെത്തേഡുകൾ ഉപയോഗിച്ചല്ലല്ലോ ചെയ്യണത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് പിക്ചറാവണത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ വാട്ടർ കളർ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പെൻസിൽ ഷെയ്ഡ് മാത്രം ചെയ്യണതാണ്. കുറച്ച് ഡാർക്ക് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഒരു പിക്ചറായിട്ട് സെറ്റാക്കണതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ എല്ലാ ദിവസവും ഞാൻ വാട്ടർ കളറിൻ്റെ ഇത് ചെയ്യാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, നമ്മളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രാക്ടീസിങ് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ മാറ്റങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തും. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യും. ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലെ നമ്മൾ നോക്കാൻ തുടങ്ങും. അത് നമ്മുടെ ലൈഫിലും കുറേയൊക്കെ ബാധിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് നല്ലോണം ഫോക്കസ് കിട്ടും. അത് ഇപ്പോൾ ഈ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരോട് ഞാൻ പറഞ്ഞ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഫോക്കസിങ് പവർ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്. ഇപ്പോൾ ഈ കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ഞാൻ പണ്ട് കരാട്ടയ്ക്ക് പോകുമ്പോൾ അവരിങ്ങനെ ഒരൊറ്റ പോയിന്റിലേക്ക് മാത്രം പഞ്ച് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോക്കസിങ് പവർ കൂട്ടണേണ്. നമ്മൾ അതിലേക്ക് മാത്രം നോക്കിയിട്ട് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇത് ബ്രഷ് വാട്ടർ കളർ ചെയ്യുമ്പോൾ ആ ചെറിയ ത്രെഡ് പോലെ ബ്രഷ് ഉണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ലൈൻ വരയ്ക്കും. അതൊക്കെ നമ്മൾ അവിടെ തന്നെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ലൈഫിലും കുറച്ചും കൂടി ഡിസിപ്ലിൻ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുകൂടാതെ ഇങ്ങനെ ചില ആൾക്കാർ ഭയങ്കര മെൻ്റലി സ്ട്രെസ്സായിട്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, ഏകദേശം കുറച്ചൊരു പ്രായം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി പ്രഷർ, പിന്നെ അതുകൂടാതെ എന്താ പറയുക, നമ്മുടെ ഓഫീസിലെ പ്രഷർ, അതുകൂടാതെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു കാലഘട്ടത്തിലായാലും പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ കുറച്ച് നേരം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആരും തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങണം, എന്തെങ്കിലും ഒരു ഫോക്കസിങ് ലൈനിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സ്ട്രെസ്സ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കളയാൻ പറ്റും. ഇപ്പോൾ ഫാമിലിയിലെ ചെറിയ സ്ട്രെസ്സ് അതൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അത് നമ്മുടെ ഉള്ളിൽ അതങ്ങനെ തന്നെ അങ്ങ് മാറിപ്പോകും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കറക്ഷൻസ് വരില്ല. പിന്നെ അതുപോലെ ഈ എന്താ പറയുക, നമ്മുടെ ഈ ഓവർ തിങ്കിങ് അത് കുറഞ്ഞ് കിട്ടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ ആർട്ടിന് മാത്രമല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ പറയണ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാമല്ലോ. ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിപ്പിച്ച് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എന്താ പറയുക, കമ്പ്യൂട്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ എക്സസൈസും ആവും, പിന്നെ സ്ട്രെസ്സ് കുറയും. പിന്നെ അതുകൂടാതെ നമുക്കൊരു ഒരു ഹാപ്പിനെസ് വരും, ഉറപ്പാണ്. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് കാര്യമായിട്ട് പറയണത്. നമുക്കിപ്പോൾ ഏകദേശം നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഷെയ്ഡിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് എല്ലാവരും ഇപ്പം പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക. അതായത് നമ്മൾ ജോലിയല്ല ഫാമിലി അല്ലാതെ തന്നെ നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക.
എന്തോ ആയിക്കോട്ടെ. നമ്മൾ ഇപ്പോൾ ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി കഴുകാനായിരിക്കാം ഇൻട്രസ്റ്റ്. വണ്ടി ചെറുതായിട്ട് ജസ്റ്റ് നല്ല നീറ്റായിട്ട് കഴുകി വെക്കണം. കാറൊക്കെ ആണെങ്കിൽ അത് ചെയ്യാം. ഒരു 2 ദിവസം കൂടെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു ശ്രദ്ധ അതിന് മാത്രം ചെയ്യുമ്പോൾ പോലും നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടും. നീറ്റ്നെസ്, ചിലർക്ക് നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. അപ്പോൾ ആ നീറ്റ്നെസ്സിൽ ഫോക്കസ് ചെയ്താലും മതി. ഇപ്പോൾ ചിലർക്ക് കഴിവ് മറ്റേ വരയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതിന് ഒരു ഇത് വരുന്നില്ല, പ്രശ്നം വരുന്നില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് മാറിയിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഏകദേശം ഷെയ്ഡിങ്ങിൻ്റെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം തീരാറാവും വർക്ക്. നമ്മുടെ ഡ്രോയിങ് ഇതൊരു റഫ് സ്കെച്ചാണ്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ബിഗിനറാണ് എന്നുള്ളതിൽ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. എന്താ പറയുക, നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നേടാം എന്നല്ലേ പറയാം അല്ലേ. നമ്മുടെ ഓരോരോ ഹാപ്പിനെസ്, ഡ്രീം ഹാപ്പിനെസ് അല്ലേ. ഇത് ഈ ആർട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വ്യക്തിപരമായിട്ട് ചിലവർക്ക് ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങളാണത്, എനിക്ക് തോന്നണത്. അതിൽ അയാൾക്ക് തോന്നണം ഉള്ളിൽ നിന്ന്, എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും അല്ലേ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടും. അതിൽ കാണികൾ കൂടുന്നതല്ല പ്രശ്നം, നമ്മൾ അവർ ചെയ്യുന്ന അവരുടെ ടൈം അതിനു വേണ്ടി ഇറക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൻ്റെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഏത് കാര്യമാകട്ടെ, ഞാൻ പറഞ്ഞ ഇന്ന കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഒരു 40% നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ കേട്ടോ. അത് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കേട്ടോ. അതാണ്. ഓക്കെ, എന്നാൽ ശരിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഷെയ്ഡ് ചെയ്താൽ മതി. ഇത് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, അതിന് ടൈം സ്പെൻഡ് ചെയ്യുക. ബി ഹാപ്പി, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.